ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയുടെ കാര്യങ്ങളിൽ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല രാജ്യങ്ങളും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് വന്നപ്പോഴും രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയിപ്പോയ ഈ സാഹചര്യത്തിലും ലോക്ക്ഡൗൺ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സാമ്പത്തിക അവസ്ഥ എല്ലാം തകിടം മറിയും എന്ന് പറഞ്ഞ് ചത്തുകുത്തിയിരിക്കാതെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ചെയ്തത് കോവിഡ് വാക്സിൻ ഉണ്ടാക്കാനുള്ള നീക്കം നടത്തി. ആ വാക്സിൻ ഉണ്ടാക്കി പല രാജ്യങ്ങൾക്കും അത് ഫ്രീ ആയിട്ട് കൊടുത്ത്, പല രാജ്യങ്ങൾക്കും അത് വിറ്റ് 140 കോടി ജനങ്ങൾക്ക് ആ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്ത് അവസാനം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ഇമേജ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുകയാണ്. നയതന്ത്രപരമായിട്ടും വളരെ വലിയ ഗുണങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഇതാണ് ഒരു പ്രതിസന്ധിയിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഒരു രാജ്യത്തുണ്ടായുള്ള ഗുണം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ ഇറാൻ ഇസ്രായേൽ തർക്കം നടക്കുമ്പോൾ നരേന്ദ്രമോദി സൈപ്രസിലേക്ക് പോയിരിക്കുകയാണ്. സൈപ്രസിൽ തുർക്കിയുടെ അതിർത്തിയിൽ ചെന്ന് നിന്ന് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി മാസ് കാണിച്ചു എന്ന് നമുക്ക് പറയാം. തുർക്കിയുടെ അതിർത്തിയിൽ ചെന്ന് നിന്ന് സൈപ്രസിൽ തുർക്കി ക്യാപ്ചർ ചെയ്ത തുർക്കി ഒക്കുപ്പൈഡ് സൈപ്രസിൽ ചെന്ന് നിന്നുകൊണ്ട് അവർക്ക് സുഖോയ് വിമാനത്തിന് കൊടുക്കാനുള്ള ചർച്ചകളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുകയാണ്. ഇത് കണ്ട് തുർക്കിയുടെ കിളി പോയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. 2030 വരെ ഇന്ത്യയുമായുള്ള ദീർഘകാല സാമ്പത്തിക സഹകരണത്തിനായിട്ടുള്ള മോസ്കോയുടെ പ്രവർത്തന പദ്ധതി ഉടൻ അന്തിമമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിന്റെ ഒരു സെഷനിൽ പങ്കെടുക്കവേ ഇന്ത്യ ഉൾപ്പെടെ പ്രധാന പങ്കാളികളുമായി ദീർഘകാല സാമ്പത്തിക സഹകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാന പങ്കാളികളുമായി ദീർഘകാല സഹകരണ പദ്ധതികൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള പ്രവർത്തന പദ്ധതികൾ ഉടൻ അന്തിമമാക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു, എണ്ണവാതക കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ ഇതിനകം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത് നേടുന്നതിന് പങ്കാളികളുമായി ബന്ധം വികസിപ്പിക്കുന്നതിനും വ്യാപാര തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും പുതിയ വിപണികൾ കണ്ടെത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും നിക്ഷേപിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ചൈനയും റഷ്യയും ഒരു പുതിയ മൾട്ടി ലെയർ ലോക സംവിധാനം സൃഷ്ടിക്കുന്നുണ്ടെന്ന വാദം അത് വ്ളാദിമിർ പുതിൻ നിഷേധിച്ചിട്ടുമുണ്ട്. ഉദയസൂര്യനെ പോലെ ഒരു പുതിയ ലോകക്രമം സ്വാഭാവികമായി ഉയർന്നു വരുന്നു. അത് തടയാനൊരു മാർഗവുമില്ല. മിക്ക രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ സന്തുലിതമായ രീതിയിൽ വികസിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈ പ്രക്രിയ ഔപചാരികമായും അത് സുഗമമായും ചെയ്യുക എന്നതാണ് നമ്മുടെ പങ്ക് എന്നാണ് വ്ളാദിമിർ പുതിൻ പറയുന്നത്. SPIEF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവും പങ്കെടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകളും പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.